ലോകമാ ഗംഭീര വാരുതിയിൽ എന്ന ഗാനം ഒരിക്കലെങ്കിലും നിങ്ങൾ പാടിയിട്ടുണ്ടാകും. ഈ പാട്ടിലെ പ്രശസ്ത വരികളാണ് യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി. ഈ പാട്ട് എഴുതിയത് ക്രിസ്തുവിന്റെ പിൻഗാമിയായ ഒരു ധീര വനിതയാണ്, അന്നമ്മ മാമൻ. കുമ്പനാട് കൊച്ചുപറമ്പിൽ ശ്രീ KM മാമൻ മറിയാമ്മ ദമ്പതികളുടെ മകളായി 1914 ജനിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് അധ്യാപികയായിരിക്കുമ്പോൾ സുവിശേഷ വേലയുടെ വിളി തന്റെ കാതുകളിൽ മുഴങ്ങി. ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ പരിവർത്തനം ചെയ്തപ്പോൾ മാതൃസഭയെയും സമൂഹത്തെയും നോക്കാതെ 22-ാം വയസ്സിൽ സുവിശേഷ വേലയ്ക്കായി വീട് വിട്ടിറങ്ങി. ധാരാളം എതിർപ്പുകൾ തനിക്ക് നേരിടേണ്ടതായി വന്നു. ആരെല്ലാം പ്രലോഭിപ്പിച്ചാലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ഇനി യാത്ര ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ക്രൂശിൽ നോക്കി തന്നെയായിരിക്കും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിന് കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹിദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലം ആയെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹിദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹിദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും അന്ത്യശ്വാസം വരെയും. നവതി പിന്നിട്ട ലോകമാം ഗംഭീരവാരിതിയിൽ എന്ന ഗാനത്തെക്കുറിച്ചും അന്നമ്മ മാമൻ എഴുതിയ മറ്റ് ഗാനങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന പേരും നേടിയ അന്തരിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അടുത്ത മിത്രം. ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെ, ഇന്ദിരാഗാന്ധിയുടെ കെയർ ഓഫിൽ കത്തുകൾ വന്നുകൊണ്ടിരുന്ന കുമ്പനാട്ടുകാരി. അതാണ് സിസ്റ്റർ അന്നമ്മ മാമൻ. താൻ എഴുതിയ ലോകമാം ഗംഭീരവാരിതിയിൽ എന്ന ഗാനം 90 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കേവലം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്ര പ്രത്യാശാനിർഭരമായ ഒരു ഗാനം എഴുതിയത് എന്ന് പറഞ്ഞാൽ പലരും ഇന്ന് അത്ഭുതം കൂറും. അതെ, 1914 ജനിച്ച് തന്റെ 16-ാമത്തെ വയസ്സിലാണ് അന്നമ്മ മാമൻ ഈ ഗാനം എഴുതുന്നത്. തന്റെ ജീവിത വഴിയിലൂടെ താൻ പിന്നിട്ട കഷ്ടപ്പാടുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നു. പ്രത്യുതാൽ പ്രിയപ്പെട്ട അന്നമ്മ മാമനെ നേരിൽ കാണുവാനും 2 തവണ വിവിധ മാധ്യമങ്ങൾക്ക് വേണ്ടി ഇന്റർവ്യൂ നടത്തുവാനും ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട ഗൾഫ് മലയാളി ക്രിസ്ത്യൻ റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി ബ്രദർ ഷിബു മുള്ളങ്കാട്ടിൽ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ബ്രദർ ഷിബു മുള്ളങ്കാട്ടിൽ അന്നമ്മ മാമനെ കുറിച്ചുള്ള ഓർമ്മകളുടെ പുസ്തക ചുരുളുകൾ അഴിക്കുകയായി. പ്രിയപ്പെട്ട ഷിബു അന്നമ്മ മാമനെ കുറിച്ചുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ റോജിൻ പൈനുമൂട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 തവണ സിസ്റ്റർ അന്നമ്മ മാമനുമായി കൂടിക്കാഴ്ച നടത്തുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ദീർഘ മണിക്കൂറുകൾ അവരുമായി ചെലവഴിക്കുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും ലഭിച്ച അവസരം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. മലയാളി ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും ധീരയായ സുവിശേഷ പോരാളി ആരെന്ന് ചോദിച്ചാൽ
എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും സിസ്റ്റർ അന്നമ്മ മാമൻ. 2000 വർഷത്തിൽ ഡിസംബറിലാണ് ഞാനും എൻ്റെ സ്നേഹിതൻ വിജോയ്സ് കറിയും കൂടി സങ്കീർത്തനം വാരികയ്ക്ക് വേണ്ടി സിസ്റ്റർ അന്നമ്മ മാമനെ ഇന്റർവ്യൂ ചെയ്തത്. വിശ്വാസത്തിന്റെ കപ്പലോട്ടക്കാരി എന്ന പേരിൽ കവർ സ്റ്റോറിയായി അന്ന് അത് പ്രസിദ്ധീകരിച്ചു. തുടർന്ന് 2002 ജനുവരിയിൽ എൻ്റെ സ്നേഹിതൻ ഷാജി വിളയിലിനോടൊപ്പം സിസ്റ്റർ അന്നമ്മ മാമനുമായി കൂടിക്കാഴ്ച നടത്തി. 78ാമത് കുമ്പനാട് ജനറൽ കൺവെൻഷനോടനുബന്ധിച്ചുള്ള പ്രസിദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു ആ കൂടിക്കാഴ്ച. ഒരിക്കലും മറക്കാൻ കഴിയാത്ത കൂടിക്കാഴ്ചകൾ. ക്രൂശെ നോക്കി യാത്ര ചെയ്ത ആ ധീരവനിത, അവരുടെ ആത്മധൈര്യം, പ്രാർത്ഥന, സമർപ്പണം, സുവിശേഷാത്മാവ്, ആർക്കും പകരം വെക്കുവാൻ കഴിയാത്ത ഒരു സുവിശേഷ പോരാളിയായിരുന്നു സിസ്റ്റർ അന്നമ്മ മാമൻ. അവരുടെ വാക്കുകൾക്ക് കാരിരുമ്പിന്റെ ശക്തി ഉണ്ടായിരുന്നു. വളരെ സരസമായി സംസാരിക്കും, നർമ്മം കലർത്തും. വിശേഷാൽ ഇന്നത്തെ സമൂഹത്തെ പറ്റി വളരെ ദുഃഖം അവർക്കുണ്ടായിരുന്നു. പല അവരുടെ വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കൺവെൻഷനുകൾ വെറും കൂടിക്കാഴ്ചകളായി മാറുന്നു. പല പരിഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അന്നമ്മ മാമൻ എന്ന വലിയ വ്യക്തിത്വത്തിന് ഉടമ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അന്നമ്മ മാമനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ശബ്ദം ഒന്ന് നേരിൽ കേൾക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. വർഷങ്ങൾക്ക് മുൻപ് അന്നമ്മ മാമനുമായി ഒരു ഇന്റർവ്യൂ നടത്തുവാൻ ഫുജേറിലുള്ള പാസ്റ്റർ ജെയിംസ് കെ ഈപ്പന് ഒരവസരമുണ്ടായി. ഒരുപക്ഷെ സിസ്റ്റർ അന്നമ്മ മാമന്റെ വളരെ വിലപ്പെട്ട വാക്കുകൾ പ്രിയപ്പെട്ട അന്നമ്മ മാമന്റെ തന്നെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ആ പാട്ടുകൾ പാടുന്നത്, ആ പാട്ടുകളുടെ വഴികളെ കുറിച്ച് പ്രിയപ്പെട്ട അന്നമ്മ മാമന്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. കർത്തനോടു കൂടെ യാത്ര ചെയ്യും ഞാൻ പൂജ നോക്കി, യോദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചേരും രക്ഷകനായി, അന്റെ ശ്വാസം വരയ്ക്കും ഞാൻ ഈ പൂവൊക്കെ നാട്ടിൽ മറ്റൊക്കെ ചെയ്തതിനുള്ള കുട്ടിയിട്ടുണ്ട്. ലോകത്തിൻ ബാലത കോമളത്തും വസ്തുവാദകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, നശ്വരമാം മേലുള്ളൊരു നിത്യം യാത്ര ചെയ്യും ഞാൻ പൂജ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിരുതും രക്ഷകനായി, അന്റെ ശ്വാസം വരയ്ക്കും. 28 വർഷങ്ങൾക്ക് മുൻപുള്ള വീഡിയോ. അത്ര തെളിമയില്ല, പക്ഷേ വാക്കുകൾക്ക് കാരിരുമ്പിന്റെ തന്നെ ശക്തി. ഞാൻ കടമെടുത്ത് പറയുന്നു, കാരിരുമ്പിന്റെ ശക്തി തന്നെ. പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടി ഇല്ലാതെ പാട്ടുകാരിയുടെ തന്നെ ശബ്ദത്തിൽ ഈ പാട്ട് നമുക്ക് കേൾക്കുവാൻ വേണ്ടി സാധിച്ചു. അന്നമ്മ മാമൻ കുമ്പനാട്ടിലെ ഒരു മർത്തോമ കുടുംബത്തിലാണ് ജനിക്കുന്നത്. കുമ്പനാട് കൊച്ചുപറമ്പിൽ കെ എം മാമൻ മറിയാമ്മ ദമ്പതികളുടെ മകൾ. 1914 ജനനം. അതിനുശേഷം ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പഠിക്കുകയുണ്ടായി. വിദ്യാഭ്യാസാനന്തരം അന്നമ്മ മാമൻ എവിടേക്ക് പോയി? 1992 സിസ്റ്റർ അന്നമ്മ മാമന്റെ ആ ശബ്ദം കേട്ടപ്പോൾ എത്ര പ്രത്യാശ നിർഭരമായ വരികൾ നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുകയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ആ പാട്ടുകളിലെ വരികൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായാലും.
90 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടാണ്. ഇന്നും അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ആ വീഡിയോ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞെന്ന് മാത്രം. റോജിൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുമ്മനാട് എന്ന കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തെ ലോകപ്രശസ്തയാക്കുന്നതിൽ ഒരു നിർണായക പങ്ക് അന്നമ്മ മാമൻ വഹിച്ചിട്ടുണ്ട്. കുമ്മനാട് എന്ന സ്ഥലം മാത്രമല്ല, കുമ്മനാട് എന്ന വീട്ടിലെ ഒരു അംഗം കൂടിയാണ് അന്നമ്മ മാമൻ. 1914 ജനിക്കുന്നത്. ഒരു അധ്യാപിക ആയിരിക്കുമ്പോഴാണ് അന്നമ്മ മാമന് സുവിശേഷീകരണത്തെ പറ്റിയുള്ള ദൗത്യം തിരിച്ചറിയുകയും വലിയൊരു നിയോഗം ലഭിക്കുകയും ചെയ്തു. നിങ്ങൾ ഓർക്കണം, വളരെ ചെറിയ പ്രായം, വിശേഷാൽ വീട്ടിലെ പെൺകുട്ടികളൊന്നും പൊതുരംഗത്തേക്ക് വരാത്ത ഒരു കാലം. ആ സമയത്താണ് നല്ല ഒരു ജോലി രാജിവെച്ച് 16-ാമത്തെ വയസ്സിൽ അന്നമ്മ മാമൻ വീട് വിട്ടിറങ്ങുന്നത്. വലിയ എതിർപ്പ് കുടുംബത്തിൽ നിന്നുണ്ടായി. എതിർപ്പ് മാത്രമല്ല, ശക്തമായ മർദ്ദനം തനിക്ക് സഹിക്കേണ്ടി വന്നു. പക്ഷേ ഇതിലൊന്നും അന്നമ്മ മാമനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആ വാക്ക് ഉച്ചരിക്കുന്നത്, ധീരയായ വനിത. ഇത്രയും പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും ആ ക്രൂശെ നോക്കി യാത്ര ചെയ്യുവാനുള്ള അന്നമ്മ മാമൻ എന്ന വ്യക്തിയുടെ ആ ഊർജ്ജസ്വലത, ആ ആവേശം, എല്ലാം ചപ്പും ചവറുമെന്നെണ്ണി 16 വയസ്സുള്ള ആ പെൺകുട്ടി വീട് വിട്ടിറങ്ങുകയാണ്. ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായി. എല്ലാവരും പറഞ്ഞു, നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്? നല്ല കുടുംബം, നല്ല ജീവിത സാഹചര്യങ്ങൾ, നല്ല ജോലി, ഇതെല്ലാം കളഞ്ഞിട്ട് നീ എന്തിന് പോകുന്നു? മുഴുത്ത മാനസാന്തരം 3 മാസം വരെ, അത് കഴിഞ്ഞ് നീ ഇങ്ങ് തിരിച്ചു വരും. അന്നമ്മ മാമൻ പതറിയില്ല. ഒറ്റ ലക്ഷ്യം മാത്രം, ക്രൂശെ നോക്കി യാത്ര ചെയ്യണം. വീട് വിട്ടിറങ്ങി. ഗ്രാമാന്തരങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിലും ആന്ധ്രയിലും സുവിശേഷത്തിന്റെ വിത്തുകൾ പാകി. ആന്ധ്രാപ്രദേശിലെ ഏലൂരിൽ പാസ്റ്റർ PT ചാക്കോയോടും കുടുംബത്തോടുമൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു. അവിടുത്തെ കുഗ്രാമങ്ങളിൽ വരെ സുവിശേഷം എത്തിച്ചു. നോർത്ത് ഇന്ത്യയിലെ നിരവധി സ്ഥലങ്ങളിൽ, നഗരങ്ങളിൽ പാസ്റ്റർ AK ചാക്കോച്ചനോടൊപ്പം സുവിശേഷം അറിയിച്ചു. പക്ഷെ ഈ സുവിശേഷം അറിയിക്കുന്നതൊന്നും പട്ടുമത്തയുടെ അനുഭവമൊന്നും ആയിരുന്നില്ല. ഒരുപാട് ദുരിതങ്ങൾ സഹിച്ചു, പട്ടിണി സഹിച്ചു, നല്ല ആഹാരം കഴിക്കാനില്ലാതെ ക്ഷീണിതയായി. ഒടുവിൽ ക്ഷയരോഗം ബാധിച്ചു. കഠിനമായ സൂര്യതാപമേറ്റ് തളർന്നു വീണു. പക്ഷെ ഇതിലൊന്നും യേശുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ മാറ്റുവാൻ ആർക്കും കഴിഞ്ഞില്ല. തന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു. ആ ലക്ഷ്യത്തോടൊപ്പം താൻ യാത്ര ചെയ്തു. ഇത്രയും ധീരമായ ഒരു വനിത, ഞാൻ വിശ്വസിച്ചിരുന്ന ആ വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്ന ഒരു വനിത, ഇത്രയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹിച്ചെങ്കിൽ ഒരിക്കൽ പോലും നിരാശയുടെയോ വേദനയുടെയോ വാക്കുകൾ പൊതുസമൂഹത്തോട് പറയാത്ത ഒരു വനിത ഇല്ല. അന്നമ്മ മാമന് തുല്യം അന്നമ്മ മാമൻ മാത്രം. സത്യത്തിൽ 90 വർഷം പുറകോട്ട് നമ്മൾ പോവുകയാണ്. കേരളത്തിന്റെ അക്കാലത്തെ അവസ്ഥ നമുക്കറിയാം. ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല. 1947 മുമ്പുള്ള കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട അന്നമ്മ മാമന്റെ ഈ പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്നത്. ഒരു പാട്ടല്ല അന്നമ്മ മാമന്റെ പ്രശസ്തമായുള്ളത്. ക്രൈസ്തവ ഭവനങ്ങളിൽ പാടി ആരാധിക്കുന്ന അടവി തരുക്കളിനിടയിൽ എന്ന ഗാനവും അന്നമ്മ മാമന്റേതാണ്. എന്നാൽ നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്, കാണുവാൻ പോകുന്നത് മറ്റൊരു ഗാനം. ശുദ്ധർ സ്തുതിക്കും വീടേ എന്ന ഗാനം പ്രശസ്ത ക്രൈസ്തവ ഗായകൻ സാംസൺ കോട്ടൂർ ആലപിക്കുന്നു.
ആ ഗാനം പ്രത്യാശയുടെ അങ്ങേയറ്റമുള്ളൊരു ഗാനമാണ്. ലോകമാം ഗംഭീരവാരിധി പോലെ തന്നെ സ്വർഗത്തെ ഇത്ര കൃത്യമായി വിവരിച്ച ഒരു ഗാനം ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അങ്ങേയറ്റം സന്തോഷം തോന്നുകയാണ്. കൃത്യമായ വരികൾ, സ്വർഗത്തിലെ ഓരോ തെരുക്കോണുകളെ കുറിച്ചും കൃത്യമായി പറയുന്ന പാട്ട്. ശുദ്ധർ സ്തുതിക്കും വീടേ എന്ന ഗാനം നമുക്ക് ശ്രവിക്കാം സാംസൺ കോട്ടൂരിന്റെ അനുഗ്രഹീത ശബ്ദത്തിൽ. സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീഥിയിൽ അതികൊതുക എന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേവിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേവിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. കഷ്ടതയില്ല നാടേ, ദൈവഭക്തരി വിശ്രാമമേ, പുകഴ്പെരുകും പുത്തനെറുശലേമേ, തിരുമാറിൽ എന്നു ഞാൻ ചാരിടുന്നു. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. കർത്തൃസിംഹാസനത്തിൻ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരനെ ചേർന്നങ്ങു പാടിടുവാൻ ഒരു മോദം വാരും വളരുന്നതോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. സ്വർഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നാം ദർശിച്ചു. പ്രിയപ്പെട്ട അന്നമ്മ മാമന് സുവിശേഷത്തോടുള്ള അഭിനിവേശം ഒരു വല്ലാത്ത ദാഹം തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ നന്നേ ചെറുപ്പത്തിൽ തനിക്കുണ്ടായിരുന്ന ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിനായി പോയത്. തമിഴ്നാട്ടിലെ സേലത്തിനടുത്തുള്ള റാസിപുരം എന്ന സ്ഥലം അന്നമ്മ മാമന് നൽകിയത് ജീവിതത്തിന്റെ മറ്റൊരു ഏടായിരുന്നു. സ്വീഡൻകാരിയായ ഒരു വിദേശ മിഷണറിയെ പരിചയപ്പെടുന്നു. അവിടെ നിന്നും അമേരിക്കയിലേക്ക്. ആ കഥ നമുക്ക് ഷിബുവിലൂടെ വീണ്ടും കേൾക്കാം. തമിഴ്നാട്ടിലെ റാസിപുരത്ത് പ്രവർത്തിക്കുമ്പോഴാണ് സ്വീഡൻകാരിയായ ആഗ്നസ് വാൽ എന്ന മിഷണറി മദാമയെ സിസ്റ്റർ അന്നമ്മ മാമൻ പരിചയപ്പെടുന്നത്. അന്നമ്മാമന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരുമായി പെട്ടെന്ന് സൗഹൃദമുണ്ടാക്കും. അത് സമൂഹത്തിലെ ഉന്നതരെന്നില്ല, സമൂഹത്തിലെ ഏത് തരത്തിലുള്ള ആളുകളുമായി, ചെറിയവരോ വലിയവരോ ആരുമാവട്ടെ, പെട്ടെന്ന് സൗഹൃദം പുലർത്തുവാൻ, അത് നിലനിർത്തുവാൻ അന്നമ്മാമന് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്വീഡൻകാരിയായ ആഗ്നസ് വാലുമായി പരിചയപ്പെടുന്നു. ആ ബന്ധം മുറുകുന്നു.
ആഗ്നസ് വാൽ അന്നമ്മ മാമനെ US കൊണ്ടുപോകാനുള്ള വഴികൾ ഒരുക്കുകയാണ്. ഓർക്കണം, അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും US അധികം ആളുകൾ പോയിട്ടില്ല. അതിനുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. ആ ഒരു സന്ദർഭത്തിലാണ് അന്നമ്മ മാമന് US പോകാനുള്ള വഴികൾ ഒരുങ്ങുന്നത്. ആ യാത്രയെപ്പറ്റി വളരെ ചിന്തനീയമായ ചില കാര്യങ്ങളുണ്ട്. കൊച്ചിയിൽ നിന്നും ചരക്ക് കപ്പലിലാണ് യാത്ര. കൊച്ചിയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് യാത്ര തിരിക്കുന്നു. കയ്യിലധികം പണമൊന്നും ഇല്ലാത്തത് കൊണ്ട് 3-ാം ക്ലാസ് ടിക്കറ്റിലാണ് യാത്ര. വളരെ പരിതാപകരമായ ഒരു യാത്ര എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. പക്ഷെ ഈ യാത്രക്കിടയിൽ അന്നമ്മ മാമന് വളരെ ബുദ്ധിമുട്ടുണ്ടായി. കടൽ ചുരുക്ക് അനുഭവപ്പെട്ടതിനാൽ അന്നമ്മ മാമന് കലശലായ ഛർദി ഉണ്ടായി. അവർ തീർത്തും അവശയായി. വിവരമറിഞ്ഞ കപ്പിത്താന്റെ ഭാര്യ അന്നമ്മ മാമനെ കപ്പലിന്റെ മുകൾ തട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഓർക്കുക, ദൈവം കരുതുന്ന വഴികൾ. ആ കപ്പലിന് ആരെയും പരിചയമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരു മാലാഖയെ പോലെ ആ കപ്പിത്താന്റെ ഭാര്യ തന്റെ അടുത്ത് എത്തുകയാണ്. തന്റെ ഈ ശാരീരിക ക്ഷീണം മനസ്സിലാക്കിയ അവർ തന്റെ ഒരു സഹോദരിയെ പോലെ അന്നമ്മ മാമനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് കപ്പലിന്റെ മുകൾ തട്ടിലേക്ക്. നല്ല കാറ്റൊക്കെ കൊണ്ടപ്പോൾ അവരുടെ ക്ഷീണമൊക്കെ മാറി, അസ്വസ്ഥതയൊക്കെ മാറി. അങ്ങനെ യാത്ര ചെയ്ത് അന്നമ്മ മാമൻ കുമ്മനാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അന്നമ്മ മാമൻ അമേരിക്കയിലെ പ്രശസ്തമായ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആരുമായിട്ട് പെട്ടെന്ന് സൗഹൃദം പാലിക്കുന്ന വ്യക്തിത്വമാണ് അന്നമ്മ മാമൻ. ന്യൂയോർക്കിലെ എത്തി വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തു. പലരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചു. എലീം ബൈബിൾ സ്കൂളിലെ അധ്യാപികയായി അന്നമ്മ മാമൻ നിയോഗിക്കപ്പെട്ടു. ഏതാണ്ട് 1 വർഷം അന്നമ്മ മാമൻ ആ ബൈബിൾ സ്കൂളിലെ അധ്യാപികയായി പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിക്കുന്നതോടൊപ്പം US വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് നിരവധി യോഗങ്ങളിൽ പ്രസംഗിച്ചു. ഒരിടത്ത് ഒതുക്കിക്കൂടി നിൽക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. പല സ്ഥലങ്ങളിൽ ദീർഘമായ യാത്രകൾ ചെയ്ത് സുവിശേഷം അറിയിച്ചു. പൊതുനിരത്തുകളിൽ നിന്ന് പ്രസംഗിച്ചു. അങ്ങനെ അവരുടെ അസാധാരണമായ ഒരു പ്രവർത്തന ശൈലി ആ സമയത്ത് അവിടെ ഉണ്ടായി. അന്നമ്മ മാമന്റെ ന്യൂയോർക്കിലേക്കുള്ള കപ്പൽ യാത്ര അതിസാഹസികമായാണ് അവർ അത് അന്ന് വിവരിച്ചത്. അതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം ഒരുക്കിയ വഴിയാന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. തീർച്ചയായും അത് ദൈവിക വഴി തന്നെയായിരുന്നു. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ, അനേകർക്ക് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ അതുമൂലം സാധിച്ചു. ആ യാത്രയിൽ സംഭവിച്ച ചില ബന്ധങ്ങൾ അത് ഞാൻ പിന്നാലെ പറയാം. മലയാളിയെ കുറിച്ച് ഒരു ചൊല്ലുണ്ട്, ചന്ദ്രനിൽ ചെന്നാലും അവിടെ ഒരു മലയാളി സ്പർശം കാണുമെന്ന്. കുമ്പനാട്ടുകാരിയായ അന്നമ്മ മാമൻ അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും ഒഴിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തപ്പെട്ടു സുവിശേഷവുമായി. അമേരിക്കയിലെ എലീം ബൈബിൾ കോളേജിലെ അധ്യാപിക, പല രാജ്യങ്ങളിലേക്കുള്ള തന്റെ യാത്രകൾ, 2 രാജ്യങ്ങളിലെ പാസ്പോർട്ട്, ഇസ്രായേലിലെയും ഹോങ്കോങ്ങിലെയും പാസ്പോർട്ട് തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില കഥകൾ കേൾക്കാം. നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നല്ലേ? ആ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട അന്നമ്മ മാമനെ നേരിൽ കാണുവാനും ഇന്റർവ്യൂ ചെയ്യുവാനും ഒക്കെ ഉണ്ടായ അവസരം. സത്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടും ഈ കൊറോണ കാലം നമുക്ക് വിസ്മൃതിയിലായവരെ കുറിച്ച് ചിന്തിക്കുവാൻ, അവരെ സ്മരിക്കുവാനുള്ള അവസരമായി മാറി. അന്നമ്മ മാമന്റെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള പ്രയാണം, വിവിധ സൗഹൃദങ്ങൾ, അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് വീണ്ടും കേൾക്കാം ഷിബുവിൽ നിന്നും.
ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അന്നമ്മമാമൻ യാത്ര ചെയ്തു. കേവലം യാത്ര മാത്രമല്ല, ആ രാജ്യങ്ങളിൽ ചെന്ന് നല്ല സൗഹൃദങ്ങൾ തനിക്ക് ലഭിച്ചു. ഒരു രാജ്യത്ത് ചെന്നാൽ കഴിവതും അവിടെയുള്ള ഭരണാധികാരികളെ താൻ നേരിൽ കാണാൻ ശ്രമിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, അതിനുള്ള അപ്പോയിന്റ്മെന്റ് അവർ കണ്ടെത്തും. ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത്, ഒരിക്കൽ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അവർ ആവശ്യപ്പെടുമ്പോൾ അവർ ചോദിക്കും ഹു ആർ യു എന്ന് ചോദിക്കുമ്പോൾ അന്നമ്മമാമൻ പറയുന്നത് ഐ ആം ദ അംബാസഡർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അംബാസഡറാണ്, സ്ഥാനപതിയാണ് എന്നാണ് പറയുന്നത്. അത് പറയുന്നതിന് ഒരു സങ്കോചം തനിക്കില്ല. വളരെ ധൈര്യത്തോടാണ് പറയുന്നത്, ഞാൻ യേശുവിന്റെ അംബാസഡറാണ്. നിരവധി രാജ്യങ്ങൾ, ലോകരാജ്യങ്ങൾ, ഭൂലോക സീമയോളം അവർ യാത്ര ചെയ്തു. നിരവധി മന്ത്രിമാർ, ഗവർണർമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, രാജ്യത്തിന്റെ ഭരണാധികാരികൾ, അവരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചു. അവരോടൊപ്പം യേശുവിനെ പങ്കുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്റെ ദൗത്യം നിറവേറ്റി എന്നുള്ളതാണ്. റോജിൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേലിലും ഹോങ്കോങ്ങിലും അവർക്ക് പൗരത്വം ഉണ്ടായിരുന്നു. അതൊക്കെ ലഭിക്കുക എന്നുള്ളത് അക്കാലത്ത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഹോങ്കോങ്ങിൽ വെച്ച് തന്റെ ശുശ്രൂഷയിൽ നടന്ന അത്ഭുതത്തെ പറ്റി ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ചിലർ അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ചു. കുരുടന്മാർക്ക് കാഴ്ച കിട്ടി. മുടന്തന്മാർ ഓടി നടന്നു. ഈ സംഭവം അന്ന് ഹോങ്കോങ്ങിൽ അവിടുത്തെ മാധ്യമങ്ങളിൽ റിപ്പോർട്ടായി വന്നു. അത് അന്നമ്മമാമൻ നേരിട്ട് പറഞ്ഞ ഒരു സംഭവമാണ്. അവരുടെ പ്രത്യേകത അത് തന്നെയായിരുന്നു. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവം അവരെ ശക്തമായി ഉപയോഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ട് കാണുവാൻ അവസരമുണ്ടായി. അപ്പൊ സാധാരണ നിങ്ങൾ ചോദിക്കും, ഈ രാജ്യങ്ങളിൽ പോയാൽ ഭാഷയുടെ പ്രശ്നമുണ്ടോ? അതും അവർക്ക് പ്രശ്നമല്ല. നിരവധി ഭാഷകൾ അനായാസം അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു രാജ്യത്ത് ചെന്നാൽ പെട്ടെന്ന് ഭാഷ പഠിക്കും. അത് അവർക്ക് ദൈവം കൊടുത്തൊരു കൃപയായിരുന്നു. ഇംഗ്ലീഷും ഹിന്ദിയും തെലുങ്കും കന്നഡയും തമിഴും ഹീബ്രുവും ഈ ഭാഷകളിലൊക്കെ അപാകമുണ്ടായിരുന്നു. അതാണ് അന്നമ്മമാമനെ വ്യതിരിക്തമാക്കുന്നത്. ഈ യാത്രയിൽ സംഭവിച്ച ഒരു സൗഹൃദമാണ്. അമേരിക്കയിൽ വെച്ച് ആണ്, വാഷിംഗ്ടണിൽ വെച്ചാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ പരിചയപ്പെടുന്നത്. അത് പിന്നീട് വലിയ സൗഹൃദമായിട്ട് മാറി. അന്ന് ഇന്ദിരാഗാന്ധിക്ക് അവർ ബൈബിൾ കൈമാറി. പക്ഷെ ആ ബന്ധം നിലനിർത്തുവാൻ അവർക്ക് കഴിഞ്ഞു. കേൾക്കണോ? അന്നമ്മമാമന്റെ അഡ്രസ് അറിയാത്ത ചിലർ ഇന്ദിരാഗാന്ധിയുടെ കെയർ ഓഫിൽ അന്നമ്മമാമന് കത്തുകൾ അയക്കുമായിരുന്നു. കത്തുകൾ മാത്രമല്ല, പണവും അയച്ചിരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ അവിശ്വസനീയമായി നമുക്ക് തോന്നാം. അതായിരുന്നു അന്നമ്മമാമൻ. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. ഒരു സാധാരണ ഒരു പെൺകുട്ടിയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച കാര്യങ്ങൾ. അവരുടെ ബന്ധങ്ങൾ വലിയതായിരുന്നു. പല ഉന്നതരുമായുള്ള സൗഹൃദം എനിക്കുണ്ടായിരുന്നു. നിരവധി തവണകളിൽ ആ സൗഹൃദത്തെ പറ്റി താൻ സംസാരിക്കുവാനിടയുണ്ട്. അത് മാത്രമല്ല, ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള കഴിവും തൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അത് പിന്നീടുള്ള ചർച്ചകളിൽ നമുക്ക് വിശദമായി പറയാം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വൃദ്ധസദനങ്ങൾ. ചെറുപ്പക്കാരായ കുട്ടികളെ, അവരെ കാത്തുപരിപാലിക്കാൻ വേണ്ടി അനാഥശാലകളുണ്ട്. മുതിർന്നവരെ കാത്തുപരിപാലിക്കുന്നതിന് വേണ്ടി വൃദ്ധസദനങ്ങളുണ്ട്. എന്നാൽ നമുക്കധികം പരിചയമില്ലാത്ത ഒരു വാക്ക് കേൾക്കാം. പ്രിയ ഷിബു തന്നെ, ഞാൻ അതിന്റെ സസ്പെൻസ് കളയുന്നില്ല, പ്രിയ ഷിബു തന്നെ അത് പറയുന്നു.
അന്നമ്മമാവന്റെ ഒരു വേറിട്ട വഴി. ഇവിടെ പ്രിയപ്പെട്ട റോജിൻ സൂചിപ്പിച്ചതുപോലെ അന്നമ്മ മാമന്റെ വലിയൊരു സംഭാവനയായിരുന്നു വിശ്വാസം നിമിത്തം വീടും വീട്ടുകാരും കൈവെടിഞ്ഞവർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം. പുതുതലമുറയ്ക്ക് അത് അറിയുമോ എന്ന് തോന്നില്ല. സങ്കേത പ്രസ്ഥാനം എന്നാണ് അതിന് പേര്. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിൽ അതിന് അടിത്തറ പാകിയത് സിസ്റ്റർ അന്നമ്മ മാമനായിരുന്നു. അത് വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു. മഞ്ഞാടിയിലും റാന്നിയിലും വെൺമണി, കോഴഞ്ചേരി ഈ സ്ഥലങ്ങളിലൊക്കെ സങ്കേത പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേര് തന്നെ എന്ത് അർത്ഥവത്താണ്, സങ്കേതം. വിശ്വാസ നിമിത്തം എല്ലാവരും കൈവിട്ട അല്ലെങ്കിൽ സുവിശേഷീകരണത്തിന് വേണ്ടി തീഷ്ണതയോടെ ഇറങ്ങുന്ന സഹോദരിമാർ, അവർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. ആ സ്ഥലത്ത് വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പങ്കുവെക്കുന്നു. എൻ്റെ സ്വന്തം നാടായ റാന്നിയിൽ ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ തന്നെ ഒരു സങ്കേതം അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തേക്ക് സഹോദരിമാരെ ഞാനിപ്പോൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. അവർ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ മാത്രമല്ല, അക്രൈസ്തവരായ ധാരാളം ആളുകളുടെ വീടുകൾ കയറി ഇറങ്ങുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. സുവിശേഷം പങ്കുവയ്ക്കാനുള്ള അവരുടെ ആവേശം, അതിനൊക്കെ അടിത്തറ പാകിയത്, നേതൃത്വം നൽകിയത് സിസ്റ്റർ അന്നമ്മ മാമനായിരുന്നു. അത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല. പക്ഷെ ഇന്നത്തെ അതിന്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് ഞാൻ അതിനെപ്പറ്റി കൂടുതലായി സംസാരിക്കുന്നില്ല. എൻ്റെ അറിവിൽ അതൊക്കെ അസ്തമിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സങ്കേത പ്രസ്ഥാനങ്ങൾ സുവിശേഷത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല. മുമ്പ് എൻ്റെ സ്നേഹിതൻ സജീമത്തായി പ്രശസ്ത വേദപണ്ഡിതൻ റവറൻ കോസ്റ്റാഡാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. എൻ്റെ ആത്മീയ മാതാവ് എന്നാണ് റവറൻ കോസ്റ്റാഡർ അന്നമ്മ മാമനെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ IPCയുടെ ജനറൽ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ PM പരഞ്ജ്യോതിയെ ശുശ്രൂഷ രംഗത്ത് ഉറപ്പിച്ചു നിർത്തിയത് സിസ്റ്റർ അന്നമ്മ മാമനായിരുന്നു. നിരവധി തവണ പല വേദികളിൽ അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പേരെ ശുശ്രൂഷ രംഗത്ത് ശക്തമായി നിലനിർത്തിയ മഹതിയായിരുന്നു സിസ്റ്റർ അന്നമ്മ മാമൻ. ഒരുപാട് പേരെ എൻകറേജ് ചെയ്തു, പോസിറ്റീവ് എനർജി നൽകി, അവരെ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് നിലനിർത്തുന്നതിൽ ഒരു ശക്തമായ പിന്തുണ അവർ നൽകി. ഇന്നത്തെ ഒരു കാലം വന്നപ്പോഴത്തേക്ക് എല്ലാവരും സ്വയത്തിന്റെ ചിന്താഗതിയിലേക്ക് മാറിപ്പോയി. ഒരു കവി പാടിയതുപോലെ, ആരെയാണ് ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞോ? അത് കഴിയുന്നതേയില്ല. എന്നെ തന്നെ ഇഷ്ടമുള്ള ഒരു കാലഘട്ടത്തിൽ അന്നമ്മ മാമൻ എന്നും വ്യത്യസ്തയായിരുന്നു. കഴിവുള്ളവരെ എൻകറേജ് ചെയ്യുവാൻ, അവരെ ശുശ്രൂഷ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ, പ്രായവ്യത്യാസമില്ലാതെ ആ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ സിസ്റ്റർ അന്നമ്മ മാമൻ വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയുകയില്ല. തീർച്ചയായും പുതുതലമുറ അത് മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് എന്നോടുണ്ടൊരു ഇഷ്ടം കുറഞ്ഞിട്ട് വേണ്ട എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ. ഇത് പറഞ്ഞത് കവി KG ശങ്കരപ്പിള്ള. സത്യമാണ്, ഈ സെൽഫി യുഗത്തിൽ അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ ഇഷ്ടങ്ങൾ തന്നോട് മാത്രം. ആ കാലഘട്ടത്തിലാണ് അന്നമ്മ മാമൻ എഴുതിയത് എനിക്ക് വേറില്ല ആശ. വളരെ ഹൃദയസ്പൃക്കായ ഒരു പ്രത്യാശാഗാനം. മുൻപ് പറഞ്ഞ ഗാനങ്ങളെ പോലെ തന്നെ വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഗാനം, എനിക്ക് വേറില്ല ആശ. ഈ ഗാനം നമുക്കായി പാടുന്നു മെർലിൻ ഷിബു. ദീർഘമാക്കിയിടുമോ
ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു 28 വർഷങ്ങൾക്ക് മുൻപ് അന്നമ്മ മാമനെ ഇന്റർവ്യൂ ചെയ്യുവാൻ അവസരം ലഭിച്ച ഒരാൾ ഇവിടെ ഉണ്ട്. ഫുജേറയിലുള്ള പ്രിയ പാസ്റ്റർ ജെയിംസ് കെ ഈപ്പൻ. അദ്ദേഹം ആ കാലഘട്ടത്തിലെ അന്നമ്മ മാമനെ കണ്ട കാര്യങ്ങൾ നാമുമായി ഇപ്പോൾ പങ്കുവെക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം ലഭിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ ലോകമാം ഗംഭീര വാരിധിയിൽ ഈ പാട്ട് കേട്ടും അതിൻ്റെ ആ വരികളുമാണ് എന്നെ പ്രിയ അന്നമ്മ മാമനെ കാണുവാനായിട്ട് പ്രചോദിപ്പിച്ചത്. 1992 ജനുവരി 1 ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഇരുപേരുള്ള ചർച്ച ബോർഡിലെ ആരാധനയ്ക്ക്, അന്ന് NG സാൻകുട്ടി എന്ന് പറയുന്ന ദേവദാസനാണ് അവിടെ ഇരിക്കുന്നത്. അവിടുത്തെ ആരാധനയ്ക്ക് കൂടിയിട്ട് ഞാൻ അവരോട് ഈ അമ്മച്ചിയെ അറിയാമോ, എവിടെയാ താമസിക്കുന്നത് എന്ന് ചോദിച്ച്, അങ്ങനെ ഏകദേശം ലൊക്കേഷനൊക്കെ ചോദിച്ചും പറഞ്ഞു. അങ്ങനെ അമ്മച്ചിയുടെ വീട്ടിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഈ പാട്ട് എഴുതുവാനുള്ള സാഹചര്യം എന്താണ്, അതിന്റെ അനുഭവം എന്താണ് എന്നൊക്കെ ഒന്ന് അറിയാനായിട്ടാണ് ചെന്നത്. പക്ഷെങ്കിൽ പ്രിയ അമ്മച്ചി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഒരു വലിയ മനുഷ്യത്വയുടെ മുൻപിലാണല്ലോ പോയിരിക്കുന്നത്, ഈ അമ്മച്ചിയുടെ അടുക്കെ വരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് ചിന്തിപ്പാൻ തക്കണം ഇടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ അന്ന് വരെ മറ്റു രീതിയിലൊന്നും ഈ അമ്മച്ചിയെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. കേരളക്കരയിലെ വിശ്വാസികൾക്ക് എത്ര പേർക്ക് ഈ പാട്ടിലൂടെ അല്ലാതെ ഈ അമ്മച്ചിയുടെ കാര്യം അറിയാം എന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ലോകം മുഴുവൻ സഞ്ചരിക്കുകയും അത് പോകുന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്ന, ആർക്ക് വേണ്ടി? കുരുടര് കാണാനായിട്ട്, മുടന്തര് നടക്കാനായിട്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന എല്ലാ അത്ഭുത പ്രവൃത്തികളും അമ്മച്ചിയിലൂടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അമ്മച്ചി എന്നോട് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയൊക്കെ പോയിട്ടുണ്ട്? ലോകം എല്ലാം പോയിട്ടുണ്ട്. റെഡ് ചൈനയിലും റഷ്യ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അത് പോകുന്നത് സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഉപദേശിമാരെ പോലെ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ച് പോകുന്നതല്ല. സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് പുള്ളിക്കാരിയെ ഇൻവൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് അവരോട് സുവിശേഷം പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് ബൈബിൾ കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ശ്രീമതി അന്നമ്മ മാമൻ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് ഞങ്ങൾ തമ്മിലുള്ള ഇന്റർവ്യൂവിൽ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോഴേ ഒരു വലിയ ഒരു അപ്പോസ്തല പ്രവൃത്തി ആയിരുന്നു ആ അമ്മച്ചിയുടെ ജീവിതം എന്ന് പറയുന്നത്. അതുപോലുള്ള അത്ഭുതങ്ങളും അതുപോലെ അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനും അനേകരെ അനേകരോട് സുവിശേഷം പറയുവാനും എല്ലാം ദൈവം ഉപയോഗിച്ച ഒരു അത്ഭുത വനിതയാണ് ശ്രീ അന്നമ്മ മാമൻ എന്ന് പറയുന്നതിൽ യാതൊരു അതിശോക്തിയുമില്ല. പക്ഷെ കേരളക്കരയിൽ എത്ര പേർക്ക് ഇത് അറിയാം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം. അവർക്ക് വലിയ വലിയ സംഭാവനകൾ ചെയ്തവരാണ്. ദൈവനാമത്തിന് വേണ്ടി വളരെ പ്രവർത്തിച്ചതാണ്, കഷ്ടത അനുഭവിച്ചവരാണ്. എന്നോട് ഞാൻ ചോദിച്ചു, അന്നൊക്കെ ഈ ആന്ധ്രയിൽ പോയി പ്രവർത്തിച്ച കാര്യമൊക്കെ പറയാനായിട്ട് ഇടയായി തീർന്നു. വെള്ളം പോലും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്, വെള്ളം പോലും. കാരണം ഈ ഹൈകാസ്റ്റ് ലോ കാസ്റ്റ് അന്നൊക്കെ ഈ ജാതികളുടെ ഒക്കെ ഉള്ള ഒരു തീണ്ടലും തൊടിയിലും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഹൈകാസ്റ്റുകളുടെ അടുക്കല് കയറ്റത്തില്ല. പിന്നെ പുള്ളിക്കാരിക്ക് നല്ല കളറും കാണാൻ കുഴപ്പമില്ലാത്തത് കൊണ്ടൊക്കെ പല വീടുകളിലൊക്കെ ഉള്ള പ്രവേശനം കയറി സുവിശേഷമൊക്കെ പറയുന്നത്. വെള്ളം പോലും ചിലയിടത്തൊന്നും കുടിക്കാൻ പറ്റത്തില്ല. പച്ചവെള്ളം കുടിച്ച ദിവസങ്ങൾ കടന്നിട്ടുണ്ട്. ഒരു ദിവസം വിശന്ന് ദൈവമേ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കോഴി പോലുള്ള ഒരു പക്ഷി ഇങ്ങനെ ഏതോ ഒരു പക്ഷി പിടിച്ചോണ്ട് പോയത് ഇവരുടെ ആ മുറ്റത്ത് വന്ന് വീഴുവാൻ ഇടയായി തീർന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാല് ദൈവമല്ലേ ചെയ്യുന്നത്, ദൈവമല്ലേ പ്രവർത്തിക്കുന്നത്. നമ്മളങ്ങ് ദൈവത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ദൈവം പിന്നെ ബാക്കിയെല്ലാം ചെയ്തോളൂ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അത്ഭുത വനിതയാണ് ശ്രീ അന്നമ്മ മാമൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേ അവരുടെ ജീവിത മാതൃ, ഇപ്പം ഷിബു ആ സങ്കേതത്തെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഞങ്ങളുടെ വെൺമണിയില് എനിക്കറിയാം, ആ സങ്കേതത്തിൽ താമസിച്ച ചില അമ്മച്ചിമാരെ അറിയാം. അതുപോലെ കൊല്ലകടവിൽ ഒരു സങ്കേതം ഉണ്ടായിരുന്നു.
അപ്പം സങ്കേതത്തിലെ അമ്മച്ചിമാര് വരുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതെന്നാല് ഈ അന്നമ്മമാമന്റെ കൈകളാൽ അല്ലെങ്കിൽ അദ്ദേഹം ആ സഹോദരിയുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഒരു പദ്ധതിയാണെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ദൈവം ഉപയോഗിച്ച, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇവരെയൊക്കെ നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും ഇവരുടെ മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണം പുതിയ തലമുറകളെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞ പോലെ മാത്രമല്ല, ഇന്നും ദൈവം അതുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവന്റെ പ്രവൃത്തി ഇപ്പോഴും നടക്കുന്നുണ്ട്. അമ്മച്ചി പറഞ്ഞത്, അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം, ഇന്ദിരാഗാന്ധിയെ കണ്ട കാര്യവും ഇന്ദിരാഗാന്ധിക്ക് ബൈബിൾ കൊടുത്ത കാര്യവും ഇന്ദിരാഗാന്ധിയുമായിട്ട് എഴുത്തുകുത്തുകൾ നടന്ന കാര്യവും ഒക്കെ പറയുവാനിടയായി തീർന്നു. അത് ഇന്ദിരാഗാന്ധി മാത്രമല്ല, ലോകത്തുള്ള മിക്കവാറും അന്നത്തെ കാലത്തെ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും ഒക്കെ സംസാരിക്കുക, അവരോട് സുവിശേഷം പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ശ്രീമതി അന്നമ്മ മാമൻ. ആ അമ്മച്ചിയെ ഈ തരുണത്തിൽ ഓർക്കുവാൻ എനിക്കും പോയി ഒരു ഇന്റർവ്യൂ ചെയ്യാൻ അവരുടെ ആ ഭവനത്തില് എനിക്ക് തോന്നുന്നു അമ്മച്ചിക്ക് സ്വത്തായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. ആങ്ങളയുടെ ഒരു വീട്ടിലാണ് അന്ന് താമസിച്ചിരുന്നത്, ഓതറയ്ക്കടുത്ത ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ പോയി കാണുവാനും ഇന്റർവ്യൂ ചെയ്യുവാനും ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു വലിയ വനിത. ഇന്നൊന്നും അതുപോലൊന്നും ആരെ ഉപമിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ ദൈവം പ്രവർത്തിച്ചത് അല്ലെങ്കിൽ കാണുമായിരിക്കും, ആരും അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരെ മുന്നേക്ക് കൊണ്ടുവരുവാൻ, ഇവരുടെ മാതൃകൾ മറ്റുള്ളവർ പിൻപറ്റുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് വരും തലമുറയ്ക്ക് ചെയ്യുന്ന വലിയൊരു സഹായമാണ്, ഉപകാരമാണ്, പ്രചോദനമാണ്. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു, പണ്ടൊരിക്കൽ ഗാന്ധിജി വന്നപ്പോൾ ഗാന്ധിജിയെ തൊട്ട വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച്. അതേപോലെ ആവേശഭരിതനാവുകയാണ് പ്രിയപ്പെട്ട അന്നമ്മ മാമനെ കണ്ട ജെയിംസ് കെ ഈപ്പൻ പാസ്റ്റർ. നന്ദി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്, ആ പാട്ടിന്റെ പാരഡിക്ക് ഒത്തിരി നന്ദി. കാരണം ഇന്ന് അല്ല, 28 വർഷങ്ങൾക്ക് മുൻപാണ് തന്നോട് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും അതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അങ്ങനെ ഒരു പാട്ടിന്റെ പാരഡി കേൾക്കുവാനും അത് എഴുതിയ ആളിന്റെ വായിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടിയുള്ള അവസരം ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട ജെയിംസ് കെ ഈപ്പൻ പാസ്റ്റർ നന്ദി അർപ്പിക്കുന്നു. എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട അന്നമ്മ മാമന്റെ അവസാന നാളുകൾ? നമുക്കത് കേൾക്കാം. വിശ്വാസത്തിന്റെ കപ്പലോട്ടക്കാരിയുടെ അന്ത്യദിനങ്ങളെ കുറിച്ച് ഷിബുവിൽ നിന്നും നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ അവരെ, പ്രിയപ്പെട്ട അന്നമ്മ മാമനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ, പാട്ടുകളെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും എൻ്റെ കാതുകളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. മോനെ, ആത്മപ്രേരണയില്ലാതെ ഞാൻ ഇതുവരെ ഗാനങ്ങൾ എഴുതിയിട്ടില്ല. അനുഭവങ്ങളില്ലാതെ ഞാൻ പാട്ട് ഇന്ന് വരെ എഴുതിയിട്ടില്ല. അന്നമ്മ മാമൻ ആത്മപ്രേരണയില്ലാതെ പാട്ടുകൾ എഴുതിയിട്ടില്ല. ആ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. എത്ര ആ വാക്കുകളുടെ ശക്തി! ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല, നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല. അതായിരുന്നു അന്നമ്മ മാമൻ. അന്നമ്മ മാമന്റെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ട റോജിൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്ത്യനാളുകൾ, ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു സീനിയർ പാസ്റ്ററാണ് പാസ്റ്റർ ജോൺ സ്കറിയ. അദ്ദേഹം ഞങ്ങളുടെ സഭയിലെ ഒരു മുൻകാല ശുശ്രൂഷകൻ കൂടിയാണ്, ഞങ്ങളുടെ ഒരു കുടുംബ ബന്ധുവും കൂടിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് സിസ്റ്റർ അന്നമ്മ മാമന്റെ പിതാവിന്റെ സഹോദരന്റെ മകളായിരുന്നു. ആ കുടുംബം അതുകൊണ്ട് വളരെ അടുത്ത ബന്ധം അവസാന നാളുകളിൽ പുലർത്തിയിരുന്നു. അവരിൽ നിന്നൊക്കെ അറിഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് അവസാന നാളുകൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. രോഗങ്ങൾ തന്നെ കീഴടക്കി. പക്ഷേ ഒരിക്കലും മരുന്നിൽ താൻ ആശ്രയിച്ചില്ല, മെഡിസിനിൽ ആശ്രയിച്ചില്ല. താൻ പാടിയതുപോലെ വിശ്വാസ ജീവിതമായിരുന്നു അവസാനം വരെ. തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്, മെഡിസിൻ വേണ്ട,
എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അവർ 5 സഹോദരങ്ങളായിരുന്നു. 2 സഹോദരന്മാരും 2 സഹോദരിമാരും അന്നമ്മാമനുണ്ടായിരുന്നു. മൂത്ത ആളാണ് സിസ്റ്റർ അന്നമ്മമാമൻ. ഇവരിൽ ഒരാൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ, അന്നമ്മമാമന്റെ അനുജത്തി. ഒരു സഹോദരനും ഒരു സഹോദരിയും അന്നമ്മമാമൻ അനുഭവിച്ച അല്ലെങ്കിൽ അടുത്തറിഞ്ഞ വിശ്വാസാനുഭവത്തിലേക്ക് വന്നു. കുമ്മനാട് എലീം സഭാംഗമായ പരേതനായ KM തോമസ് ഒരു സഹോദരനാണ്. അന്നമ്മമാമന്റെ ഒരു വളർത്തുപുത്രനുണ്ടായിരുന്നു. അദ്ദേഹമാണ് അവസാന നാളുകളിൽ സിസ്റ്റർ അന്നമ്മമാമനെ സംരക്ഷിച്ചത്. IPC സോദരി സമാജം പ്രവർത്തകർ ഈ അന്ത്യനാളുകളിൽ അന്നമ്മാമനെ നിരന്തരമായി കാണുകയും ആ ബൈബിൾ സ്കൂളിലെ അവിടുത്തെ സ്റ്റുഡൻസ് അവിടെ എത്തി ശുശ്രൂഷകളൊക്കെ ചെയ്തിരുന്നതായി അന്ന് സോദരി സമാജ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിയ സിസ്റ്റർ അന്നമ്മ മാത്യു അല്ലമൂട്ടിൽ എന്നോട് തന്റെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി. 2002 നവംബർ മാസം 21-ാം തീയതി ആ സൂര്യൻ അസ്തമിച്ചു. IPC കുമ്മനാട് എലീം സെമിത്തേരിയിൽ ആ മൃതദേഹം സംസ്കരിച്ചു. അന്നമ്മമാമൻ മരിച്ചെങ്കിലും അന്നമ്മമാമന്റെ ഗാനങ്ങൾക്ക് മരണമില്ല. തീർച്ചയായും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. ഉയർപ്പിന്റെ പൊൻപുലരിയിൽ അന്നമ്മമാമനെയും കാണാം. അന്നമ്മാമൻ പാടിയതുപോലെ, പറഞ്ഞതുപോലെ നമുക്ക് യാത്ര തുടരാം. ഈ യാത്ര അവസാനിക്കുന്നില്ല. ക്രൂശെ നോക്കി നമുക്ക് യാത്ര തുടരാം. താങ്ക് യു. നാം വളരെ ഗഹനമായ രീതിയിൽ ഈ കഴിഞ്ഞ 1.5 മണിക്കൂറോളം പ്രിയപ്പെട്ട യശശരീരയായ അന്നമ്മമാമനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. തൻ്റെ എഴുത്തുവഴികൾ, തൻ്റെ സംഗീതം, തൻ്റെ സേവന പ്രവർത്തനങ്ങൾ എന്ന് വേണ്ട തൻ്റെ ആതുര ശുശ്രൂഷ മനോഭാവം, എല്ലാ രംഗത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. തൻ്റെ അവസാന നാളുകൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. ലോകമാം ഗംഭീരവാരിധിയിൽ പാടിയ, അടവി തരുക്കൾ പാടിയ, അങ്ങനെ അനവധി ഗാനങ്ങൾ ക്രൈസ്തവ കേരളിക്ക് സമ്മാനിച്ച അന്നമ്മമാമൻ തൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. നവതി പിന്നിട്ടും പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ കൊറോണ കാലത്തും പ്രത്യാശ നൽകുന്ന ഗാനങ്ങൾ. അമേരിക്കൻ സിവിൽ വാർ സമയത്ത് 1863 ലൂയിസ് ലാംബർട്ട് എഴുതിയ ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്, വെൻ ജോണി കംസ് മാർച്ചിങ് ഹോം അഗെയിൻ. അത് നമ്മുടെ കുട്ടികളൊക്കെ പാടുന്ന ഒരു നേഴ്സറി റൈമുണ്ട്. ആൻസ്കോ മാർച്ചിങ്, ആൻസ്കോ മാർച്ചിങ് 1 2 3 പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർമാർ പഠിപ്പിക്കുന്ന ഒരു പാട്ടാ. ആ പാട്ടിന്റെ അതേ സംഗീതത്തിൽ അന്നമ്മമാമൻ ഒരു പാട്ടെഴുതി, ലക്ഷോപലക്ഷം ദൂതന്മാർ. ഈ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നു സോണിയ ഷാജൻ. ലക്ഷോപലക്ഷം ദൂതർ എന്ന ഗാനം രചിച്ചത് അന്നമ്മ മാമൻ. ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ, ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ, ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ, യോഹന്നാൻ
ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ, ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ആർത്തുപാടും നോർത്തു കേൾക്കുവിൻ, ആർത്തുപാടും നോർത്തു കേൾക്കുവിൻ. വലിയ പെരുവെള്ളത്തിൽ നിറച്ച് പുത്തനാമൂലി, വലിയ പെരുവെള്ളത്തിൽ നിറച്ച് പുത്തനാമൂലി. വാനിൽ വാനിൽ അധികം ധീരമാ, വാനിൽ വാനിൽ അധികം ധീരമാ. ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ, ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തന്നെ നോക്കി പാർത്തിടും ജനം, ജനം തന്നെ നോക്കി പാർത്തിടും ജനം, ജനം. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മാറിപ്പോകുമേ, കാഹളധ്വനി കേൾക്കും മാത്രയിൽ മാറിപ്പോകുമേ. മോദാൽ മോദാൽ വാനിൽ പോകുമേ, മോദാൽ മോദാൽ വാനിൽ പോകുമേ. ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ, ലക്ഷോപലക്ഷം ദൂതസേവിതനിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. വളരെ ഭംഗിയായ രീതിയിൽ ഈ പ്രത്യാശാഗാനം പാടി. ഒത്തിരി നന്ദിയുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 1.5 മണിക്കൂറോളമായി വിശ്വാസത്തിന്റെ കപ്പലോട്ടക്കാരിയെക്കുറിച്ച് നാം ശ്രവിച്ചുകൊണ്ടും ദർശിച്ചുകൊണ്ടുമൊക്കെ ഇരിക്കുകയായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ ഈ ഒരു ലൈവ് നടത്തുവാൻ ഞങ്ങളെ കർത്താവ് സഹായിച്ചതിൽ ഇത് കർത്താവാൽ സംഭവിച്ചു എന്ന് മാത്രം പറയുന്നു. കാരണം ഈ ഒരു കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു സംരംഭം നടത്തുവാൻ കർത്താവ് മാത്രമാണ് ഗൾഫ് മലയാളി ക്രിസ്ത്യൻ റൈറ്റേഴ്സ് ഫോറത്തിനെയും മന്നെയും സഹായിച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും അവരോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ടും തൽക്കാലത്തേക്ക് നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദിപൂർവ്വം നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ലോകമാം ഗംഭീരവാരീതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി
ശക്തീകരിക്കാനിന്നാത്മാവിനാ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനൊപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണൂനിർ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും